സ്വതന്ത്രമായി ചിന്തിക്കുവാൻ താങ്കൾ ധൈര്യപ്പെടുന്നുണ്ടോ? മാറ്റത്തിന് അവസരമൊരുക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിലിതാ സ്വതന്ത്ര ചിന്താ കൂട്ടായ്മയായ എസൻസ് ഗ്ലോബൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്യുന്നത് വഴി നിങ്ങൾക്കും എസൻസ് ഗ്ലോബലിന്റെ ഭാഗമാകാം. കൂടാതെ എസൻസ് ഗ്ലോബൽ ഒഫീഷ്യൽ എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് ചെയ്യുന്നത് വഴിയും നിങ്ങൾക്ക് എസൻസിൽ ജോയിൻ ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡെന്നിസ് ആണ്, സിൻസ് 1975 ഫ്രോം എറണാകുളം ആൻഡ് തൃശ്ശൂർ. ഈ എസൻസിന്റെ പ്ലാറ്റ്ഫോമിൽ ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ ഒരു സ്റ്റാൻഡപ്പ് കോമഡി അരങ്ങേറുന്നത്. അതുകൊണ്ട് തന്നെ മിക്കവാറും ഈ പരിപാടി കഴിയുമ്പോൾ ഞാൻ എയറിലാവാനും സാധ്യതയുണ്ട്, ചിലപ്പോൾ വൈറലാവാനും സാധ്യതയുണ്ട്. ഇനി എയറിലായാലും ശരി വൈറലായാലും ശരി, തൃശ്ശൂർ എസൻസ് ടീം ഇന്നൊരു പുതിയ പ്രോഗ്രാം എസൻസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്, സ്റ്റാൻഡപ്പ് കോമഡി. ഒന്ന് കൈയടിക്കാം. നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ എനിക്ക് പറയാൻ വൈബ് ഉണ്ടാവുള്ളൂ. ഈ എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യമായിട്ടാണ് ഒരു സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്നത് തന്നെ. ഫസ്റ്റ് പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് എൻ്റെ കൈയും കാലമൊക്കെ നല്ല വിറയുണ്ട്. നിങ്ങൾക്ക് ആർക്കത് മനസ്സിലാവില്ല, പക്ഷെ എനിക്ക് നല്ല ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ 2 അടിച്ചിട്ടുണ്ടെങ്കിൽ അതല്ല ഉദ്ദേശിച്ചത്. പക്ഷെ ഞാൻ പകലടിക്കാറില്ല. രാത്രി അടിക്കാൻ പോയി കഴിഞ്ഞാൽ ഭാര്യയും മമ്മിയും സമ്മതിക്കില്ല. അപ്പോൾ അതുകൊണ്ട് രാത്രിയും പകലടിക്കാൻ ഒരു നിർവാഹമില്ല. അപ്പോൾ അതിൻ്റെ കാര്യം തീരുമാനമല്ലോ. അപ്പോൾ ഈ വിറയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായ പണ്ടുണ്ടായ ഒരു സംഭവം ഓർമ്മ വരുന്നത്. ഞാൻ പിള്ളേരെ വഴിതെറ്റിക്കുകയും ചിലപ്പോൾ വഴി നേരെയൊക്കെയും ചെയ്യുന്ന ഒരു അധ്യാപകനാണ്. അപ്പോൾ ഞാൻ B.Ed എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അന്ന് B.Edന് ജോയിൻ ചെയ്ത സമയത്ത് ഫസ്റ്റ് ഡേ, ഫ്രഷേഴ്സ് ഡേ എന്നാണ് പറയാം. ഈ ഫ്രഷേഴ്സ് ഡേയിൽ ഒരു കലാപരിപാടി ഉണ്ട്. കലാപ പരിപാടി എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. എന്താണ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, വന്നിരിക്കുന്ന ആൾക്കാരെല്ലാവരും ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്തണം. അപ്പോൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും കലാപ പരിപാടികൾ അവതരിപ്പിച്ചിട്ട് വേണം ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്താൻ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ സിംഹവാലൻ കുരങ്ങന്മാരെ പോലെ, തെറ്റിദ്ധരിക്കണ്ട, സിംഹവാലൻ കുരങ്ങന്മാരെ പോലെ കുറച്ച് ആൺകുട്ടികളുണ്ട്, ഒരു മഹാസമുദ്രം പോലെ പെൺകുട്ടികൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ പല പല ആൾക്കാരും സ്റ്റേജിലേക്ക് കയറി വരുന്നു, പാട്ട് പാടുന്നു, നല്ല മനോഹരങ്ങളായ പാട്ട് പാടുന്നു, മിമിക്രി അവതരിപ്പിക്കുന്നു, മോണാക്ട് അവതരിപ്പിക്കുന്നു, പ്രസംഗം അവതരിപ്പിക്കുന്നു, ചാടുന്നു, ഓടുന്നു, പലതരം പരിപാടികൾ ചെയ്ത് കൈയടിച്ച് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു, എന്താണ് ചെയ്യാൻ പറ്റുക? ഒന്നാമത്തെ കാര്യം, ഇത്രയും പെൺകുട്ടികളുടെ മുന്നിൽ പരിപാടി അവതരിപ്പിക്കാവുന്ന വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ച്. അപ്പോൾ ഞാൻ ആലോചിച്ചു, എന്താണ് ചെയ്യാൻ പറ്റുക? അപ്പോൾ ഒരുപാട് നാളുകളായിട്ട് പല പല ബാത്റൂമുകളിൽ പാടി മുൻ സേവന പരിചയം ഉള്ളതുകൊണ്ടും, പിന്നെ അന്നത്തെ കാലഘട്ടത്തിലെ പ്രശസ്തരായ ഗായകരായ യേശുദാസ്, MG ശ്രീകുമാർ, മർക്കോസ്, പിന്നെ ഹിന്ദിയിലെ പ്രമുഖരായ പാട്ടുകാരായിട്ടുള്ള നമ്മുടെ ഉദിത് നാരായണൻ, കുമാർ സാനു, ഇവരുടെയൊക്കെ കൂടെ വീട്ടിൽ പാടി ശീലമുള്ളത് കൊണ്ടും ഞാനൊരു ഹിന്ദി പാട്ട് പാടാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ പാട്ട് പാടി, ബഹുത് പ്യാർ കർത്തേ ഹേ തുംകോ സനം. ഈ 2 വരി പാടി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ലാസ്റ്റ് വരുന്ന ഹേ ഹേ, പിന്നെ സനമിൻ്റെ സനം, ഇത് കഴിഞ്ഞ പാടിയുണ്ടല്ലോ, എൻ്റെ വിറ കൊണ്ട് നല്ല വിബ്രാറ്റോട്ട് മാറി. ഈ പാട്ട് പാടുന്നവർക്കറിയാം, ഈ വിബ്രാറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ പാട്ടൊക്കെ നല്ല കിടിലിനായിട്ട് മാറും. അപ്പോൾ എൻ്റെ പാട്ട് കഴിഞ്ഞപ്പോൾ അന്നത്തെ എൻ്റെ പാട്ട് മുഴുവൻ വിറ കൊണ്ടുള്ള വിബ്രാറ്റോകളായിരുന്നു. അത് പാടി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, സദസ്സിൽ നിന്ന് കിട്ടിയ കൈയിടി എനിക്ക് ഇപ്പോഴും ഓർത്താൻ ഇങ്ങനെ കോരിത്തരിച്ചു. രോമം വളരെ കുറവാണ്, എന്നാൽ ഉള്ള രോമൊക്കെ നമ്മുടെ കാവാലയെ പാടുന്ന പോലെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഈ പരിപാടി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് 3 പെൺകുട്ടികളെ ക്ഷയിക്കാണ്ട് കിട്ടിയത്. ഒന്ന് ആലോചിച്ച്, 90 കാലഘട്ടങ്ങളിലാണ്. 90 കാലഘട്ടങ്ങളിൽ ഒരു ഷെയ്ക്കാൻ്റെ പോയിട്ടൊരു ഷെയ്ക്കാൻ്റെ പോലും പെൺകുട്ടികളൊക്കെ ഇന്ന് കിട്ടാൻ സാധ്യതയില്ലാത്തൊരു കാലഘട്ടത്തിലാണ് എനിക്കന്ന് 3 ഷെയ്ക്കാൻഡുകൾ കിട്ടിയത്. അപ്പോൾ എനിക്ക് ഇത് പറയുമ്പോൾ നമ്മുടെ ദീപാ നിശാന്ത് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരി ഉണ്ടല്ലോ, ആളുടെ പുസ്തകത്തിൻ്റെ ഒരു പേരുണ്ട്, കേട്ടിട്ടുണ്ടാവും, ഭൂതകാല കുളിർ. അപ്പോൾ ഇതൊക്കെ ഓർക്കുമ്പോൾ എനിക്കിങ്ങനെ ഭൂതകാല കുളിരിങ്ങനെ വരുന്നുണ്ട്. പക്ഷേ കുളിർ കോരി എന്നിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കണ്ടേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പാട്ട് പാടാൻ ഈ വിറ വളരെ വൈബാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സമയത്ത്, പ്രസംഗിക്കുന്ന സമയത്ത് ഈ വൈബ് വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറയുകയാണ്, ഞാനെങ്ങാനും വിറച്ചിവിടെ വീണ് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ കിയോ വിളിക്കുന്ന ആംബുലൻസിനെ വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നിൽക്കണ്ട. കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ കയറി പോന്നോളാം, വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ഞങ്ങൾക്കൊരു മുൻ ഗ്യാരണ്ടി നൽകണമെന്ന് മാത്രം. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പൊതുവെ ഈ സ്വതന്ത്ര ചിന്താഗതിക്കാരെയും അതുപോലെ യുക്തിവാദികളെയും ചിരിപ്പിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. അങ്ങനെ ഒരു അന്ധവിശ്വാസം നമ്മുടെ നാട്ടിലുണ്ട്.
ഈ സ്വതന്ത്ര ചിന്താധിക്കാരെയും യുക്തിവാദികൾ ചിരിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒരു അന്ധവിശ്വാസമുണ്ട്. അപ്പോൾ നമുക്ക് അന്ധവിശ്വാസം തീർക്കണ്ടേ? ഓക്കെ. ഇനി ഞാൻ ഈ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യാൻ പോണ കാര്യം എൻ്റെ ഭാര്യയോട് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, നിങ്ങൾ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യാൻ പോണ, നിങ്ങൾക്ക് സ്റ്റാൻഡപ്പ് പറ്റുമായിരിക്കും, പക്ഷെ കോമഡി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആൾക്കാർ കരഞ്ഞ് ചാവൂട്ടാ. അപ്പോൾ ഞാൻ ചോദിച്ചു, അതിനിപ്പോൾ എന്താണ് ഒരു വഴി? ഇപ്പോൾ ഏതായാലും തൃശ്ശൂർ എസൻസിൻ്റെ ഒരു മാനം കാക്കാൻ വേണ്ടിയിട്ട് പരിപാടി ഏറ്റെടുത്ത് പോയല്ലോ, എന്തെങ്കിലും വഴി കാണണ്ടേ? അപ്പം ഞാൻ ചില സമയത്ത് ഇങ്ങനെ പരിപാടി നടക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് ഇത് സ്റ്റാൻഡപ്പ് കോമഡിയാണ്, നിങ്ങൾക്ക് സിറ്റപ്പ് കോമഡി ആണല്ലോ, നിങ്ങൾക്ക് വെറുതെ ഇരുന്ന് കേട്ടാൽ മതിയല്ലോ. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കാലുകൊണ്ട് ഇങ്ങനെ കാണിക്കും. അപ്പോൾ അത് ഞാൻ നിന്ന് വിഷമിച്ചിട്ട് കാലിങ്ങനെ കാണിക്കണം നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചില തഗ്ഗുകളൊക്കെ പറയും. ഭാര്യ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ തഗ്ഗുകൾ പറഞ്ഞാൽ ആൾക്കാർ കരഞ്ഞ് ചാവുമെന്ന് പറഞ്ഞു. ഭാര്യ തന്നെ എനിക്കൊരു സൊല്യൂഷൻ പറഞ്ഞു തന്നു. നിങ്ങൾ തഗ്ഗുകളൊക്കെ പറയുമ്പോൾ തഗ്ഗുകളാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ കാലുകൊണ്ട് ഇങ്ങനെ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എങ്ങാനും കാലുകൊണ്ട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ചിരിച്ച് സഹായിക്കണം. പക്ഷെ ആരും ചിരിക്കുന്ന കാണുന്നില്ല ഞാൻ കാല് കാണിച്ചപ്പോൾ. ശ്രദ്ധിക്കണം. അപ്പോൾ ഏതായാലും നമുക്ക് നമ്മുടെ സ്റ്റാൻഡപ്പ് കോമഡിയിലേക്ക് കടക്കാം. വിദ്യാഭ്യാസം കൂടുന്തോറും നമ്മുടെ നാട്ടിൽ അന്ധവിശ്വാസങ്ങൾ കൂടിക്കൂടി വരുന്നതായിട്ടാണ് നമ്മുടെ വല്ലഭൻ സാറിൻ്റെ ഒരു റിപ്പോർട്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഈ വല്ലഭൻ സാർ ആരാണെന്ന് നിങ്ങളിപ്പോൾ ആലോചിക്കേണ്ടാവും. അത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാവാൻ വേണ്ടി, പിന്നെ പരീക്ഷയ്ക്ക് പാസ്സാവാൻ, സന്താന ലബ്ധിക്ക് വേണ്ടി പലതരം, പിന്നെ അതുകൂടാതെ കണ്ണീർ തട്ടാട്ടിരിക്കാൻ വേണ്ടി പലതരം ചരടുകൾ കെട്ടുക തുടങ്ങിയ പരിപാടി, പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ടേ പോകാവൂ എന്ന് പറയുന്ന പരിപാടി, പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് പേന, പുസ്തകം തുടങ്ങി പൂജിക്കുന്ന പരിപാടി, പിന്നെ അതുകൂടാതെ നമ്മുടെ നാട്ടിലെ ചില ആൾക്കാർ ഒരിക്കൽ പോലും വിറകടുപ്പിൽ വിറക് കൊണ്ട് തീ കത്തിക്കാത്ത ചില ആൾക്കാർ അണിഞ്ഞൊരുങ്ങി അങ്ങ് തലസ്ഥാനത്തേക്ക് യാത്ര ചെയ്ത് കണ്ണി കണ്ട വഴിയിലും അതുപോലെ പെട്രോൾ പമ്പുകളിലേക്ക് കയറി ഇഷ്ടി കൊണ്ട് അടുപ്പുണ്ടാക്കി അവിടെ വിറക് കത്തിച്ച് അതിൽ കഞ്ഞി ഉണ്ടാക്കി കുടിക്കുന്ന ചില പരിപാടി, ABS, EBD, എയർ ബാഗ് തുടങ്ങിയ സുരക്ഷാ സംവിധാനങ്ങളുള്ള കാറുകളുടെ സുരക്ഷാ സംവിധാനങ്ങളെക്കാളും സുരക്ഷ നാരങ്ങ കൊണ്ട് പൊട്ടിക്കുന്നതാണ് എന്ന് വിശ്വസിക്കുന്ന ചില പരിപാടി തുടങ്ങിയ ഗ്രേഡ് കുറഞ്ഞ അന്ധവിശ്വാസങ്ങൾ തുടങ്ങിയിട്ട് കവളിൽ ശൂലം കുത്തുന്ന പരിപാടി, പിന്നെ തലയിൽ തേങ്ങടിച്ച് പൊട്ടിക്കുന്ന പരിപാടി, പിന്നെ ആത്മഹത്യ ചെയ്യുന്ന പരിപാടി, ഇനി വേറെ ആളെ കൊന്നു കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്നുള്ള പരിപാടി, ഇങ്ങനെ പലതരം ഗ്രേഡിലുള്ള അന്ധവിശ്വാസങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നാണ് നമ്മുടെ വല്ലഭൻ സാറിൻ്റെ കണ്ടെത്തൽ. അപ്പോൾ വല്ലഭൻ സാർ ഇങ്ങനെ ചിന്തിക്കാൻ ചുറ്റുപാട് നോക്കുമ്പോൾ ഒരുപാട് ഉദാഹരണങ്ങളുണ്ടല്ലോ. പോഷക സമൃദ്ധങ്ങളായിട്ടുള്ള പാല്, വെണ്ണ, നെയ്യ് തുടങ്ങിയ സാധനങ്ങൾ വല്ല കല്ലിൻ്റെയും പ്രതിമയുടെയൊക്കെ മുകളിൽ ഒഴിച്ചു കളഞ്ഞിട്ട് അതിനേക്കാൾ പോഷകഗുണമുള്ള വിശിഷ്ടമായ മൂത്രം കുടിക്കുന്ന പരിപാടി നമ്മുടെ നാട്ടിൽ കുറച്ച് നാളായിട്ട് തുടങ്ങി വെച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് നമ്മുടെ തൃശ്ശൂർ ഈ മൂത്രം കുടിയന്മാരുടെ ഒരു സമ്മേളനം നടന്നു. ആ സമ്മേളനം നടന്നപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചില ആൾക്കാർ ഇങ്ങനെ മൂത്രമൊഴിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകണം കണ്ടു. ഇപ്പോൾ വല്ലഭ സാറ് ചോദിച്ചു, എന്തിങ്ങനെ മൂത്രമൊഴിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകണേ, നല്ല വിശിഷ്ടമായ സാധനം കുടിച്ചൂടെ, നിങ്ങളാണല്ലോ പറയണേ മൂത്രം വളരെ വിശിഷ്ടമാണെന്ന് പറയണം. അപ്പോൾ അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പകലത്തെ മൂത്രം കുടിക്കാൻ പാടില്ല, രാവിലത്തെ മൂത്രമാണ് അതിവിശിഷ്ടമായ മൂത്രം. അത് കുടിച്ചാൽ പിന്നെ ജീവിതത്തിൽ ഒരു അസുഖവും വരില്ല, ഒരു ക്യാൻസറും വരില്ല, ഒരു സാധനവും വരില്ലെന്ന് അവർ പറയണേ. അപ്പോൾ ഈ മൂത്രം കുടിയന്മാരുടെ സമ്മേളനത്തിൽ വല്ലഭ സാറിന് കിട്ടിയ റിപ്പോർട്ട് പ്രകാരം വല്ലഭ സാറ് ചില പ്രഡിക്ഷൻസ് ഒക്കെ പറയുന്നുണ്ട്. എന്താണ് പ്രഡിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാവി കാലത്ത് മിക്കവാറും നമ്മുടെ നാട്ടിലെ കടകളിലൊക്കെ ഈ ബിസ്ലേരി അതുപോലുള്ള ചില വാട്ടർ ബോട്ടിൽസ് ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ സ്ഥാനത്തൊക്കെ യൂറിൻ ബോട്ടിലുകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിൽ തന്നെ ചിലപ്പോൾ ചില സെലിബ്രിറ്റീസിൻ്റെ യൂറിൻ സാമ്പിൾസിനൊക്കെ ബോട്ടിൽസിനൊക്കെ നല്ല വില കിട്ടാനും സാധ്യതയുണ്ട്. പക്ഷേ എത്ര സെലിബ്രിറ്റീസ് വന്നാലും എത്ര ആൾക്കാരുടെ മൂത്ര സാമ്പിളുകളും മൂത്ര ബോട്ടിലുകളും വന്നാലും ശരി, അതിൽ ഒരു ബ്രാൻഡിന് വളരെ വില കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് നമ്മുടെ വല്ലഭ സാറ് പറയുന്നത്. ആ ബ്രാൻഡിൻ്റെ പേര് മിക്കവാറും തുളസീസ് യൂറിൻ വാട്ടർ എന്നാവാനാണ് സാധ്യത. ഇനി ഇപ്പം നമ്മൾ വിചാരിക്കും ഈ മൂത്രം കുടിയെന്ന് വളരെ മോശമായ പരിപാടിയല്ലേ, ഇതെങ്ങനെ ഇപ്പോൾ കുടിക്കുക, ഒരു ഗ്ലാസ് മൂത്രമൊക്കെ എടുത്ത് എങ്ങനെ കുടിക്കുക? അത് നിങ്ങൾ ടെൻഷൻ വിചാരിക്കേണ്ട. ഒരു ഗ്ലാസ് എടുത്തിട്ട് ഒരു ഡ്രോപ്പ് യൂറിൻ ഇട്ടാൽ മതി. എന്നിട്ട് നമ്മൾ അതിൽ നിറച്ച് വെള്ളം ഒഴിക്കുക. നിറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നിറപ്പിക്കും തോറും വീര്യം കൂടുമല്ലോ.
അപ്പോൾ അതുകൊണ്ട് നേർപ്പിക്കും തോറും വീര്യം കൂടുന്നതായതുകൊണ്ട് നിങ്ങളൊരു കാരണവശാലും ഇതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു തുള്ളി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അടിക്കാം. അപ്പോൾ ഈ യൂറിൻ സാമ്പിളുകൾ ഇങ്ങനെ വിൽക്കുമ്പോൾ എന്താണ് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതുകൊണ്ട് പല പല ഗുണങ്ങളുണ്ട്. ഒന്നാമത്തെ ഗുണം, നമ്മുടെ നാട്ടിലിപ്പോൾ തൊഴിൽ രഹിതരുടെ എണ്ണം കൂടിക്കൂടി വരികയാണല്ലോ. അപ്പോൾ ഭാവിയിൽ തൊഴിലില്ലെങ്കിൽ ശരി, നമുക്ക് എന്ത് ചെയ്യാം, മൂത്രം വിട്ട് ജീവിക്കാമല്ലോ. ഒരു തൊഴിലില്ലാത്ത ആൾക്കാർക്ക് മൂത്രം വിട്ട് ജീവിക്കാവുന്നൊരവസ്ഥ നമ്മുടെ നാട്ടിൽ വന്നാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മളൊക്കെ കോടിപതികളാവില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ. അപ്പോൾ അത് മാത്രമല്ല, ഈ മൂത്രം ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ വേറെ ചില ഗുണങ്ങളും കൂടെ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പബ്ലിക് ടോയ്ലറ്റിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടാവുമോ? ഒരാവശ്യം ഉണ്ടാവില്ല. എത്രയധികം കോടികളും നമുക്ക് ലാഭിക്കാമെന്നറിയോ ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ? നമ്മളെന്ത് ചെയ്യുന്നു? വെള്ളം കുടിക്കുന്നു, യൂറിൻ ഒഴിക്കുന്നു, അതെടുത്ത് കുടിക്കുന്നു. ഇതിങ്ങനെ റീസൈക്കിൾ ചെയ്ത് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുണ്ടാവുന്ന ഒരു ചെലവ് അദീപ്യമായിട്ട് കുറയ്ക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ വല്ലഭൻ സാറ് പറയുന്നത്. അതുമാത്രമല്ല, ഇത്തരത്തിൽ ഈ യൂറിൻ വെച്ച് നമ്മൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സിവിലൈസ്ഡ് കൺട്രീസിലൊക്കെ ഒരുപാട് കോടികളും ലക്ഷങ്ങളും ഒക്കെ മുടക്കി ഗവേഷണം നടത്തി കണ്ടെത്തുന്ന സാധനങ്ങൾ നമ്മൾ ഒരു 10 പൈസ പോലും ചിലവില്ലാണ്ട് ഗവേഷണങ്ങളൊന്നും നടത്താണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്തിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ മൂത്രം കുടിയന്മാരുടെ സാധ്യതകൾ വല്ലഭ സാറ് കണ്ടെത്തുന്നത്. പിന്നെ വല്ലഭ സാറ് പറയുന്ന മറ്റൊരു കാര്യം, ഈ നോർത്ത് ഇന്ത്യൻ അന്ധവിശ്വാസങ്ങളും അതുപോലെ കേരള അന്ധവിശ്വാസങ്ങൾ തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഈ നോർത്ത് ഇന്ത്യൻ അന്ധവിശ്വാസങ്ങൾ വിദ്യാരഹിതരുടെ അന്ധവിശ്വാസങ്ങളാണെങ്കിൽ നമ്മുടെ നാട്ടിലെ അന്ധവിശ്വാസങ്ങളല്ല, നല്ല വിശ്വാസങ്ങളാണെന്ന് പറയുകയും ചെയ്യും. അത് വിദ്യാസമ്പന്നരുടെ അന്ധവിശ്വാസങ്ങളാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ വിശ്വാസങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആഹാ കൊള്ളാലോ. എന്നാൽ നോർത്ത് ഇന്ത്യക്കാർ അന്ധവിശ്വാസങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഓഹോ എന്നുള്ളൊരു ഇതാണ് നമ്മുടെ നാട്ടിൽ പൊതുവേ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ അന്ധവിശ്വാസങ്ങൾക്ക് ദേശീയ പക്ഷികളും ദേശീയ മൃഗങ്ങളും ദേശീയ വസ്തുക്കളും പിന്നെ ദേശീയ ഗ്രഹങ്ങൾ വരെയുള്ള നാടാണ് നമ്മുടെ നാട്. പല്ലി, പൂച്ച, പശു, പിന്നെ നമ്മുടെ പുണ്യാളിന് അഗർബത്തീസിലുള്ള റോ മെറ്റീരിയൽ ഉണ്ടല്ലോ, ആനപ്പിണ്ടം, പിന്നെ വെറുതെ ഇരിക്കുന്ന ചൂല് തുടങ്ങിയിട്ട് അങ്ങ് കോടിക്കണക്കിന് കിലോമീറ്റർ അകലെ കിടന്ന് കറങ്ങുന്ന ചില ഗ്രഹങ്ങൾ വരെ നമ്മുടെ നാട്ടിലെ അന്ധവിശ്വാസങ്ങളുടെ സിമ്പലുകളാണ്. ഞാൻ കാലുകൊണ്ട് കാണിക്കുമ്പോൾ നിങ്ങളാരും കയ്യിൽ നിന്ന് അടിക്കണില്ലല്ലോ. ഒരു തഗ് പറഞ്ഞിട്ട് ഒരു കൈയടി പോലും തരുന്നില്ലല്ലോ. നിങ്ങളൊക്കെ ലയിച്ചു പോയോ? ഓക്കെ, താങ്ക് യു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സിമ്പലുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ വല്ലഭ സാറ് ഒരു കാര്യം പറഞ്ഞു കേട്ടിട്ടുണ്ട്, പല്ല് ചലച്ചാൽ സത്യമാവും എന്ന് വല്ലഭ സാറ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. വല്ലഭ സാറിന് ഈ കാര്യം മനസ്സിലായത് വല്ലഭ സാറിൻ്റെ വീട്ടിൽ പല്ലുകൾ ചിലക്കലായിരുന്നു. വല്ലഭ സാർ ഇതിൻ്റെ പിന്നിലെ കാര്യം അന്വേഷിച്ച് പോയപ്പോൾ വല്ലഭ സാറിൻ്റെ ഒരു കാര്യം മനസ്സിലായി, വല്ലഭൻ സാർ സത്യം മാത്രമേ പറയൂ. ഈ സത്യം പറയുന്നത് കൊണ്ടാണ് പല്ലുകൾ ചലിച്ചിരുന്നത്. വല്ലഭ സാർ ഒരു കാര്യം ചെയ്തു, എന്നും നുണ പറയാൻ തുടങ്ങി. നുണ പറഞ്ഞു തുടങ്ങിയപ്പോൾ പല്ലുകൾ ചലിക്കുന്നേയില്ല. വല്ലഭ സാറിൻ്റെ വീട് ഇപ്പോൾ നിശബ്ദമാണ്. പക്ഷെ അപ്പോഴും വല്ലഭ സാറിനെ കുഴയ്ക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പല്ല് ചലച്ചാൽ സത്യമാകുമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലീസ് സ്റ്റേഷനിലും അതുപോലെ കോടതികളിലെല്ലാം കുറച്ച് പല്ലികൾ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയധികം പണം നമുക്ക് ലാഭിക്കാം? അതിനുത്തരം ഇതുവരെ നമ്മുടെ വല്ലഭ സാറിന് കിട്ടിയിട്ടില്ല. പിന്നെ പണ്ട് വല്ലഭ സാറിൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, അതെ ഈ ബാത്റൂമിലാണല്ലോ പല്ലികൾ പൊതുവെ കൂടുതൽ കാണപ്പെടുക. അപ്പം അതുകൊണ്ട് കുളിക്കുന്ന സമയത്ത് ഈ പല്ലികൾ നിങ്ങളുടെ അധോലോകം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഇത് കേട്ടപാടി പിന്നെ ഈ അധോലോകം കാണിക്കാതെ കുളിക്കാൻ വേണ്ടി വല്ലഭ സാർ പെട്ട പണി വല്ലഭ സാറിന് മാത്രമേ അറിയുള്ളൂ. അവസാനം വല്ലഭ സാർ എന്ത് ചെയ്തു, ഒരു ക്യൂബിക്കിൾ വാങ്ങി ഫിറ്റ് ചെയ്തു. പിന്നെ അതിനുള്ള പല്ലികൾ മാത്രം നോക്കിയാൽ മതിയല്ലോ. പിന്നെ ഈ വല്ലഭ സാർ കേട്ടിരിക്കുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ട്. അതായത് ഈ പല്ലികൾ ഇങ്ങനെ മുകളിൽ കൂടെ സൈഡിൽ കൂടെ സ്പൈഡർമാനെ പോലെ പോകുമ്പോൾ ഇവനെങ്ങാനും താഴേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൻ്റെ ക്ലൈമാക്സാ മാറും. ഈ വല്ലഭ സാറിൻ്റെ അങ്കിളിനെ ഒരു പല്ലിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ആൻറ്റി തള്ളി മാറ്റിയത് പല്ലിയല്ല അങ്കിളിനെ ആയിരുന്നു. അങ്കിൾ ചടക്കപ്പെടുക്കുമെന്ന് പറഞ്ഞ് താഴെ വീണു, കാലൊടിഞ്ഞ് കിടപ്പിലായി. അങ്ങനെ കിടപ്പിലാവുന്ന സമയത്ത് അങ്കിള് ആൻറ്റിയോട് പറഞ്ഞു, നീ എന്ത് പണിയാണ് കാണിച്ചത്? അന്ന് എന്നെ നീ ആ തള്ളി മാറ്റിയില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ കാലൊടിഞ്ഞ് കിടക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? അപ്പോൾ ആൻറ്റി പറഞ്ഞു, അന്ന് ഞാൻ നിങ്ങളെ തള്ളി മാറ്റിയത് കൊണ്ടാണ് നിങ്ങളിപ്പോൾ ജീവനോടെ ഇരിക്കണേ, അല്ലെങ്കിൽ നിങ്ങൾ പല്ലി വീണ് ചത്തിട്ട് നിങ്ങൾ പടായിട്ടിരുന്നാനേ. ഇത് കേട്ടപാടി നമ്മുടെ വല്ലഭ സാറ് ഒരു ദീർഘനിശ്വാസമൊക്കെ ഇട്ടിട്ട് തിരിഞ്ഞു കിടന്നു, വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. ഈ അങ്കിളിനെ കുറിച്ച് പറയുമ്പോൾ വേറെ ചില കാര്യങ്ങൾ പറയാനുണ്ട്.
അങ്കിൾ നല്ലൊരു ബിസിനസ്സുകാരനാണ്, നല്ല പൈസയൊക്കെയുള്ള ടീമാണ്. പിന്നെ സിനിമാ ലോകത്തിലെ ചില ആൾക്കാരൊക്കെ ആയിട്ട് ആൾക്ക് കണക്ഷൻസ് ഉണ്ടെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. പിന്നെ അങ്കിളിന് വേറെ ചില പ്രത്യേകത ഉണ്ട്. അക്ഷയ തൃതീയ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്കിളും ആൻറ്റിയും കൂടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പോലും സ്വർണം ലോൺ വെച്ചിട്ടാണെങ്കിലും വേറെ എവിടെ നിന്നെങ്കിലും ലോൺ എടുത്തിട്ടാണെങ്കിലും ഇവർ അക്ഷയ തൃതീയക്ക് സ്വർണം വാങ്ങിച്ചിരിക്കും. പിന്നെ കയ്യിൽ 10 വിരലുണ്ടെങ്കിലും 21 മോതിരങ്ങളുണ്ട്. ആ 21 മോതിരങ്ങളിൽ ഡയമണ്ട്, റൂബി തുടങ്ങിയിട്ട് ഗ്രാനൈറ്റ്, മാർബിള്, ചെങ്കൽ, ഇഷ്ടിക തുടങ്ങിയ കട്ടകൾ വരെ ആളുടെ ആ മോതിരങ്ങളിലുണ്ട്. ഈ മോതിരങ്ങളിലെ കല്ലുകളാണ് ആളുടെ ഭാവി നിർണ്ണയിക്കണം എന്നാണ് ആളുടെ വിശ്വാസം. അപ്പോൾ ഈ അങ്കിളിനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ബ്രോക്കർ വിളിക്കും. ഈ ബ്രോക്കർ എന്തിനാണ് വിളിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമാക്കാരൊക്കെ ആയിട്ട് ബന്ധമുള്ള കക്ഷിയാണല്ലോ നമ്മുടെ അങ്കിള്. ബ്രോക്കർ വിളിച്ചിട്ട് പറയും, അവിടെ ഒരു ഇല്ലുണ്ട്, ഇവിടെ ഒരു മനയുണ്ട്. ഈ ഇല്ലവും മനയൊക്കെ വല്ല മോഹൻലാലിനെ കൊണ്ടോ മമ്മൂട്ടിയെ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ മാതാവിൻ്റെ അനുഗ്രഹം മൂലം ഇപ്പോൾ പാസ്സായ സുരേഷ് ഗോപിയേട്ടനുണ്ടല്ലോ, ആളെ കൊണ്ടൊക്കെ വാങ്ങിപ്പിച്ച് കമ്മീഷൻ അടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ബ്രോക്കർ അങ്കിളിനെ വിളിക്കണേ. അപ്പോൾ അങ്കിള് പറയും, മോഹൻലാൽ ഇപ്പോൾ കുറച്ച് ടൈറ്റാണ്, സിനിമയൊക്കെ ഇറക്കി ടൈറ്റായിട്ടിരിക്കുകയാണ്. മമ്മൂട്ടിയാണെന്നുണ്ടെങ്കിൽ ദുൽഖർ സൽമാൻ കുറച്ച് പൈസ കടം കൊടുത്തിട്ട് മമ്മൂട്ടി ടൈറ്റിലാണ്. സുരേഷ് ഗോപിയേട്ടനാണെങ്കിൽ അറിയാലോ, ഇലക്ഷനൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ പൈസ കാരണം കൊണ്ട് ആളും ടൈറ്റിലാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് ആൾ പല മുടന്ന ന്യായങ്ങളൊക്കെ പറഞ്ഞ് അവർ ഒഴിവാക്കും. ഒരു ദിവസം ഈ ബ്രോക്കർ അങ്കിളിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ കയ്യിലൊരു കിടിലൻ സാധനമുണ്ട്. അപ്പോൾ അങ്കിൾ വെച്ചാൽ എന്താ സംഭവം? ഈ സംഭവം വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഐശ്വര്യം വരുന്നത് ഐശ്വര്യ റായിക്ക് വരെ തടയാൻ പറ്റില്ല, നോട്ട് വരുന്നത് റിസർവ് ബാങ്കിന് വരെ തടയാൻ പറ്റില്ല. അപ്പോൾ എന്താ സംഭവം? അപ്പോൾ ആൾ പറഞ്ഞു, ഇതിൻ്റെ പേരാണ് ഗജമുത്ത്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10,000 ആനകളിൽ ഒരാനയുടെ മസ്തകത്തിലിരിക്കുന്ന ഒരു സംഭവമാണ് ഈ ഗജമുത്ത്. ഈ സാധനം വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഐശ്വര്യത്തോട് ഐശ്വര്യം തന്നെ ആയിരിക്കും. അപ്പോൾ ആൾ പറഞ്ഞത് നമ്മുടെ അംബാനി, പിന്നെ അദാനി, പിന്നെ നമ്മുടെ അമിതാഭ് ബച്ചനൊക്കെ ഉണ്ടല്ലോ, അവരുടെയൊക്കെ വീട്ടിൽ ഈ ഗജമുത്ത് ഇരിക്കുന്നത് കൊണ്ടാണ് അവർ ഇത്രയും സമ്പന്നരായെന്നാണ് നമ്മുടെ ബ്രോക്കർ ആളെ പറഞ്ഞ് പിടിപ്പിച്ചേക്കണേ. അപ്പോൾ നമ്മുടെ അങ്കിൾ ചോദിച്ചു, എന്താ ഇതിൻ്റെ വില? അപ്പോൾ ആൾ പറഞ്ഞു 50 ലക്ഷം രൂപ. അപ്പോൾ അങ്കിൾ തിരിച്ചു ചോദിച്ചു, എന്തിപ്പോൾ ആൾക്ക് കൊടുക്കാൻ കാരണം? അതെ, ആൾക്ക് ഇത്തിരി പൈസയൊക്കെ ടൈറ്റുണ്ട്. ഇനി ഈ അങ്കിളിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ ആൻറ്റിയുടെ കാര്യത്തെക്കുറിച്ച് പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ആൻറ്റി വളരെ പരോപകാരിയാണ്. ഏത് മനുഷ്യനെ സഹായിക്കാനായിട്ട് ആൻറ്റിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. ഇനി നമ്മുടെ നാട്ടിൽ ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, കല്യാണം കഴിയാത്ത ആൺകുട്ടികളെ പെൺകുട്ടികളെ കാണുമ്പോൾ കല്യാണം കഴിഞ്ഞില്ലേ, ഇന്ന് കെട്ടണ്ടേ, നീ കല്യാണം കഴിഞ്ഞാലോ ഒരു കുഞ്ഞിക്കാലൊക്കെ കാണണ്ടേ, ഒരു കുഞ്ഞിക്കാലം കണ്ടു കഴിഞ്ഞാലോ അടുത്ത കാലം കാണണ്ടേ, ഇനി വയസ്സായ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാലോ എന്താ ചേട്ടാ ഇങ്ങനെയൊക്കെ നടന്നാൽ മതി, മൂക്കിൽ പഞ്ഞിയെ കുറിച്ച് നടക്കണ്ടേ എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്. അതുപോലെയല്ല ആൻറ്റി ആരുടെയെങ്കിലും പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ ആൻറ്റി നേരിട്ട് കയറി ഇടപെട്ട് സൊല്യൂഷൻ കൊടുക്കും. ഇതാണ് ആൻറ്റിയുടെ ഒരു സ്വഭാവം. അപ്പോൾ ഈ ആൻറ്റിയുടെ വീടിൻ്റെ ഫ്രണ്ടിലൊരു സിൽക്ക് സ്മിതയെ പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടിയും, ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ഉണർന്നു സിൽക്ക് സ്മിത എന്ന് പറഞ്ഞപ്പോൾ ഉണർന്നു ചില ആൾക്കാരൊക്കെ, ഒരു പെൺകുട്ടിയുടെ ഭർത്താവും താമസിക്കുന്നുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഏഴിമല പൂഞ്ചോലയൊക്കെ ഒന്ന് മോഹൻലാൽ ഇങ്ങനെ ഉരുട്ടുന്ന സീനായിരിക്കുമല്ലോ പറഞ്ഞേ, അധികം ഉരുട്ടണ്ട, ഞാൻ പറയണേ കേൾക്ക്. അപ്പോൾ ഈ സിൽക്ക് സ്മിതയ്ക്ക് ഒരു പനി വന്നപ്പോൾ സ്വാഭാവികമായും അയൽവക്കക്കാരിയാണല്ലോ, സന്ദർശിക്കണമല്ലോ. അങ്ങനെ നമ്മുടെ ആൻറ്റി ഈ സിൽക്ക് സ്മിതയെ സന്ദർശിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞിട്ട് സിൽക്ക് സ്മിതയോട് ആൻറ്റി പറഞ്ഞു, നിനക്ക് ഇന്ന് പനി വരുമെന്ന് എനിക്ക് ഇന്നലെ അറിയായിരുന്നു. അപ്പോൾ സിൽക്ക് സ്മിത ചോദിച്ചു, ആൻറ്റിക്ക് വല്ല പ്രവചനപരം വല്ലതും ഉണ്ടോ? അപ്പോൾ ആൻറ്റി പറഞ്ഞു, അല്ല പ്രവചനപരമൊന്നുമില്ല, അതിന് ചില കാരണങ്ങളുണ്ട്. നീ ഇന്നലെ മാവിൻ്റെ മുകളിൽ മാങ്ങ പറിക്കാൻ വേണ്ടി കയറിയില്ലേ നിൻ്റെ ഭർത്താവിനെ താഴെ നിർത്തിയിട്ട്, മാവിൻ്റെ മുകളിൽ കയറിയപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചതാ പനി വരുമെന്ന്. അപ്പോൾ സിൽക്ക് സ്മിത ചോദിച്ചു, മാവും മാങ്ങയും പനിയും തമ്മിൽ എന്താണ് ബന്ധം? അതെ, വേറൊന്നുമല്ല, നീ മാവിൻ്റെ മുകളിൽ കയറിയ സമയത്ത് തൊട്ടപ്പുറത്തെ വീട്ടിലിങ്ങനെ കുറേ പണിക്കാർ വെള്ളം ഉറക്കി നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, അവരുടെ കണ്ണ് തട്ടിയതുകൊണ്ടാണ് നിനക്ക് പനി വന്നത്. അപ്പോൾ ആൻറ്റി പറഞ്ഞു, സൊല്യൂഷൻ കൊടുക്കണമല്ലോ. ആൻറ്റി പറഞ്ഞു, പേടിക്കണ്ട, എല്ലാത്തിനും പരിഹാരമുണ്ട്, മിളകുണ്ടാ വീട്ടിൽ, മിളക്. അങ്ങനെ ആൻറ്റി പോയി മിളക് എടുത്തിട്ട് സിൽക്ക് സ്മിത തലക്ക് ചുറ്റും ഈ സൂര്യൻ ചുറ്റും ഭൂമി കറങ്ങുന്ന പോലെ ഇങ്ങനെ കറക്കി, പിന്നെ ഇങ്ങനെ കറക്കിയിട്ട് പറഞ്ഞു, ഇനി നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട, നിൻ്റെ പനി ഞാൻ മാറ്റിയിരിക്കും. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിൻ്റെ നെഗറ്റീവ് എനർജികളെല്ലാം ഈ മുളകിൽ ആവാഹിച്ചിട്ടുണ്ട്, ഈ മുളകിന് ഞാൻ നിൻ്റെ വീട്ടിൽ കത്തിക്കുന്നില്ല, കാരണം ഈ നെഗറ്റീവ് എനർജി എങ്ങാനും നിന്നിലേക്ക് വീണ്ടും വന്നാലോ, അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കത്തിക്കാം. എന്തൊരു ത്യാഗമാണല്ലേ, വളരെ ത്യാഗിയായ ഒരു ആൻറ്റി. അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി മിളക് കത്തിച്ചിട്ട് സിൽക്ക് സ്മിതയെ വിളിച്ച് പറഞ്ഞു, എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയിട്ടുണ്ടെങ്കിൽ ഇനി പനിയെല്ലാം മാറിക്കോളും. ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ സിൽക്ക് സ്മിത ആൻറ്റിയെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ ആൻറ്റി ഒന്ന് സൂക്ഷിച്ചോളൂ കേട്ടോ, എനിക്ക് കൊറോണയാണ്.
എന്നിട്ട് സിൽക്ക് സ്മിതി ചോദിച്ചു, അതെ ആൻറ്റി, ഈ കൊറോണ മാറ്റാൻ പറ്റിയ ഏതെങ്കിലും മുളകൾ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൊണ്ടുവന്നോളൂ. അത് കേട്ടപാടി ആൻറ്റി വേഗം ഫോൺ വെച്ചു. പക്ഷേ ആൻറ്റി ഇതുകൊണ്ടൊന്നും നിർത്തിയില്ല. ഇപ്പോൾ ആൻറ്റി ഒരു പുതിയ ഗവേഷണത്തിലാണ്. അതായത് കണ്ണീർ കൊണ്ടുള്ള കൊറോണയെ തടയാൻ പറ്റിയ മുളക് എവിടെയെങ്കിലും ഉണ്ടോ എന്ന അന്വേഷണത്തിലാണ് ആൻറ്റി. ഈ അന്വേഷണത്തിൽ മിക്കവാറും ആൻറ്റിക്ക് ഒരു നോബൽ സമ്മാനം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ചിന്തിക്കേണ്ട ഈ സിൽക്ക് സ്മിതയുടെ വീട് എവിടെയാണെന്നല്ലേ. അത് ഞാൻ പറഞ്ഞു തരില്ല. ഇനി പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ അക്കൗണ്ടിലേക്ക് GPay ആയിട്ട് ഒരു 500-ൻ്റെ കൂടെ നിങ്ങൾ അയച്ചു തരികയാണെങ്കിൽ വേണമെങ്കിൽ ഞാൻ ആലോചിക്കാം. ഇനി ആൻറ്റിയുടെയും അങ്കിളുടെയും കാര്യം പറയുമ്പോൾ ആൻറ്റിയുടെ മകനെക്കുറിച്ച് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കട്ട അന്ധവിശ്വാസിയാണ് നമ്മുടെ ആൻറ്റിയുടെ അങ്കിളുടെ മകൻ. തെമ്മാടിത്തരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങേറ്റ തെമ്മാടിത്തരമുള്ള ഒരു കക്ഷിയാണ് നമ്മുടെ ആൻറ്റിയുടെ മകൻ. ഒരു ദിവസം ഈ ആൻറ്റിയുടെ അങ്കിളുടെ വീട്ടിൽ ഈ വീട് വെഞ്ചരിക്കുക എന്ന് പറയുന്ന, പൂജിക്കുക എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, അതിനുവേണ്ടി വെളുത്ത കുപ്പായമിട്ട് ഒരാൾ കടന്നു വന്നു. അങ്ങനെ വീട് വെഞ്ചരിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആൻറ്റി ഈ വെളുത്ത കുപ്പായക്കാരനോട് ചോദിച്ചു, ഈ വെഞ്ചരിച്ച് വയ്ക്കുന്ന സാധനങ്ങൾ ചീത്തയായി കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക? അപ്പോൾ ഈ വെളുത്ത കുപ്പായക്കാരൻ പറഞ്ഞു, അത് ഒരു കാരണവശാലും നമ്മൾ വലിച്ചെറിയാൻ പാടില്ല, അത് കത്തിച്ച് കളയണം. അപ്പോൾ നമ്മുടെ ഈ അന്ധവിശ്വാസിയായ മകൻ അച്ഛനോട് ചോദിച്ചു, അയ്യോ അച്ഛാ, ഞങ്ങളുടെ വീട് പുതുക്കി പണിയാൻ പോവുകയാണ്, അപ്പോൾ ഈ വീട് കത്തിച്ച് കളയേണ്ടി വരുമോ? അത് മാത്രമല്ല, ഞങ്ങളെ കാറ് മാറ്റി വാങ്ങിക്കുമ്പോൾ ഈ കാറും കത്തിച്ച് കളയേണ്ടി വരുമോ? പിന്നെ വേറൊരു കാര്യം കൂടി ചോദിച്ചു. അതായത് സ്വിമ്മിംഗ് പൂളിലേക്ക് ഈ ക്ലോറിനേഷൻ നടത്തിയിട്ട് പലതരത്തിലുള്ള ജീവജാലങ്ങളിൽ ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതിലേക്ക് ഈ ഒരു തുള്ളി വെള്ളം ഒഴിച്ചാൽ എല്ലാ ജീവജാലങ്ങളും ക്ലോറിനേറ്റ് ചെയ്യാണ്ട് ഈസി ആയിട്ട് നശിപ്പിക്കാൻ പറ്റുമല്ലോ. ഇത് കേട്ടപാടി നമ്മുടെ വെളുത്ത കുപ്പായക്കാരൻ കണ്ടം വഴി ഓടി എന്നാണ് റിപ്പോർട്ട്. പോയ വഴിക്ക് പുല്ല് പോലും വിളച്ചിട്ടില്ല. അതിന് വേറെ കാരണമുണ്ട്, റോട്ടിൽ കൂടെ പോയ പിന്നെ പുല്ല് വിളക്കില്ലല്ലോ. ഇനി അങ്കിളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അങ്കിളിന് കുറച്ച് കാലം മുമ്പ് ഒരു ടൈറ്റ് വന്നു. അപ്പോൾ ടൈറ്റ് വന്നപ്പോൾ അങ്കിൾ തീരുമാനിച്ചു തൻ്റെ വലിയ കാറ് വിറ്റിട്ട് ഒരു ചെറിയ കാറ് വാങ്ങിക്കണം. പക്ഷേ ചെറിയ കാറ് വാങ്ങിക്കുമ്പോൾ പത്രാസ് കുറയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്കിൾ ഒരു കാര്യം തീരുമാനിച്ചു, ഒരു സെക്കൻഡ് ഹാൻഡ് ഹോണ്ട സിറ്റി കാറ് വാങ്ങിക്കാൻ തീരുമാനിച്ചു. ഹോണ്ട സിറ്റി ആകുമ്പോൾ അല്പം സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും നല്ല പത്രാസുള്ള വണ്ടിയാണല്ലോ ഹോണ്ട സിറ്റി. അങ്ങനെ അങ്കിൾ ഇങ്ങനെ ഹോണ്ട സിറ്റി അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. അപ്പോൾ നടന്നപ്പോൾ അങ്കിളിൻ്റെ ഈ നമ്പറിലൊക്കെ ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ അങ്കിളിനെ സംബന്ധിച്ച് കൂട്ടിയാൽ 8 കിട്ടിയാൽ പൊട്ടുമെന്നാണ് അങ്കിളിനോട് പല ആൾക്കാരും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്പർ കൂട്ടുമ്പോൾ 8 കിട്ടുന്ന വണ്ടി ആളെടുക്കില്ല. അങ്ങനെ പല സ്ഥലത്തും കൂട്ടിയും കഴിച്ച് അവസാനം വണ്ടി കിട്ടാണ്ടായി. അപ്പോഴാണ് അങ്കിളിനൊരു കാര്യം മനസ്സിലായത്, ഈ കേരളത്തിൽ ഏറ്റവും ധൈര്യശാലികൾ നമ്മുടെ കണ്ണൂരുകാരാണ് എന്നുള്ള കാര്യം അങ്കിളിന് മനസ്സിലായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കണ്ണൂരുകാർ മുഴുവനും KL 13 നമ്പർ വെച്ചിട്ടാണല്ലോ ഓടിച്ചുകൊണ്ട് നടക്കണേ. അപ്പം അത്രയും ധൈര്യം കേരളത്തിൽ വേറെ ആർക്കെങ്കിലും ഉണ്ടോ? അന്നാണ് അങ്കിളിന് ആ യാഥാർത്ഥ്യം മനസ്സിലായത്. അപ്പം അങ്ങനെ അങ്കിൾ അന്വേഷിച്ച് നടന്നു. അവസാനം അങ്കിളിനൊരു വണ്ടി കിട്ടി. വണ്ടിയുടെ നമ്പർ 8800. 2 8 ഉണ്ട്, പക്ഷെ കൂട്ടുമ്പോൾ 8 8 16 900 7 അപ്പോൾ 7-നാണെങ്കിൽ അങ്കിളിനൊരു പ്രത്യേകതയുണ്ട്, 7-ാം തീയതിയാണ് അങ്കിൾ ജനിച്ചത്. ഇനി 7-ാമത്തെ വയസ്സിലാണ് അങ്കിളൊരു സൈക്കിൾ കിട്ടിയത്. 17-ാമത്തെ വയസ്സിലാണ് അങ്കിളൊരു മോട്ടോർ സൈക്കിൾ കിട്ടിയത്. 17 കൂട്ടുമ്പോൾ 8 ആണെങ്കിൽ ഒരു 7 ഉണ്ടല്ലോ. പിന്നെ 7-ാമത് കണ്ട പെണ്ണിനെയാണ് അങ്കിൾ കെട്ടിയത്. അതിനിടയ്ക്ക് വായി നോക്കിയ പെണ്ണുങ്ങളുടെ കണക്ക് ചോദിക്കരുത്. അപ്പം ഇങ്ങനെ 7-നോട് ഒരു ഭ്രമമുള്ള കാരണം കൊണ്ട് ഈ വണ്ടി എടുക്കാൻ അങ്കിൾ തീരുമാനിച്ചു. അങ്ങനെ അങ്കിൾ വണ്ടി എടുത്തു കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചിട്ടാണ് ഈ വണ്ടി കിട്ടിയത്. ഇഷ്ടദൈവത്തിൻ്റെ പേര് മുകളിൽ എഴുതി വെച്ചു. അതിനുശേഷം അങ്കിളിന് ഇഷ്ടപ്പെട്ട ഒരു ധ്യാനഗുരുവിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് വണ്ടി വെഞ്ചരിച്ചു. അങ്ങനെ വണ്ടി നിരത്തിലിറങ്ങി. ഓടുന്ന സമയത്ത് ഒരു ദിവസം അങ്കിൾ മീൻ വാങ്ങിക്കാൻ വേണ്ടി കാർ കൊണ്ടുപോയി. അങ്ങനെ പോയ സമയത്ത് യാദൃശ്ചികമായി അങ്കിളിൻ്റെ കാറിൻ്റെ ബാക്കിൽ ഒരു ഓമിനി വന്ന് മുത്തം വെച്ചു. ഭാഗ്യത്തിന് അങ്കിളിനൊന്നും പറ്റിയില്ല. അങ്ങനെ പറ്റാതിരുന്നപ്പോൾ അങ്കിൾ ദൈവത്തിനോട് പറഞ്ഞു, ദൈവമേ നീ എന്നെ രക്ഷിച്ചല്ലോ, കാറിന് മാത്രമല്ലേ പറ്റുള്ളൂ. അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിൽ. എന്തെങ്കിലും ഒരു ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ദൈവത്തിന് നന്ദി പറയും. ഇനി രക്ഷപ്പെടാത്ത ആൾക്കാർ പോയി കഴിഞ്ഞാൽ തിരിച്ചു ചോദിക്കാൻ അവർക്ക് ആരും ഇല്ലല്ലോ. അപ്പോൾ അങ്കിൾ നന്ദി പറഞ്ഞു. എന്നാലും അങ്കിളിൻ്റെ മനസ്സിലൊരു ചോദ്യം അവശേഷിച്ചു. ഇത്രയും പ്രാർത്ഥിച്ചിട്ട്, എൻ്റെ ഇഷ്ടപ്പെട്ട ദൈവത്തിൻ്റെ പേരെഴുതി വെച്ചിട്ട്, വണ്ടി ഇത്രയും വാല്യൂ ഉള്ള ഒരു ധ്യാനഗുരുവിൻ്റെ അടുത്ത് പോയി വെഞ്ചരിച്ചിട്ട് വണ്ടി ഇടിക്കാൻ പാടില്ലല്ലോ. ആ ചോദ്യം അങ്കിളുടെ മനസ്സിനിങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അങ്കിൾ രാത്രി കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് രാത്രി സ്വപ്നത്തിൽ ഒരു ശബ്ദം, ഡാ മോനെ. അങ്കിൾ ഞെട്ടിക്കൊണ്ടിരുന്നു. നോക്കുമ്പോൾ അങ്കിളിൻ്റെ സ്വപ്നത്തിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ, ചില ആൾക്കാരൊക്കെ സ്വപ്നത്തിലാണ് പ്രത്യക്ഷപ്പെടുക. നേരിട്ട് വരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണോ നമുക്കറിയില്ല, സ്വപ്നത്തിൽ മാത്രമേ പ്രത്യക്ഷപ്പെടുള്ളൂ. ഇനി
ഈ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് പണി കിട്ടിയ ചില ആൾക്കാരുണ്ട്. ഈ വല്ലഭ സാറിൻ്റെ നാട്ടിൽ ഒരു സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന പയ്യൻ്റെ സ്വപ്നത്തിൽ ഒരു രാത്രി ചിറകുള്ള മാലാഖ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, നീ തൊട്ടടുത്ത വീട്ടിലെ വർഗീസേട്ടൻ്റെ മകളായ സ്വപ്നയെ കല്യാണം കഴിക്കണം എന്ന് മാലാഖ അരുൾ ചെയ്തു. ഇത് കേട്ടപാടി കേൾക്കാത്ത പാടി നമ്മുടെ സെബാസ്റ്റ്യൻ വർഗീസേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് തന്നേക്കാളും 3 വയസ്സ് പ്രായമുള്ള സ്വപ്നയെ കെട്ടിച്ചു വരുമെന്ന് ചോദിച്ചു. ചോദിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. ബോധം തെളിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ സെബാസ്റ്റ്യൻ്റെ മനസ്സിൽ ഒരു ചോദ്യം അവശേഷിച്ചു. ഈ മതഗ്രന്ഥങ്ങളിലേക്ക്, വിശുദ്ധ ഗ്രന്ഥങ്ങളിലേക്ക് സ്വപ്നങ്ങളിൽ വിശ്വസിക്കുന്ന ഈ പറഞ്ഞ കക്ഷി എന്തുകൊണ്ടാണ് എൻ്റെ സ്വപ്നത്തിൽ വിശ്വസിക്കാത്തത് എന്നുള്ള ചോദ്യം ഇപ്പോഴും സെബാസ്റ്റ്യൻ്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അങ്കിളിൻ്റെ സ്വപ്നത്തിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ അങ്കിൾ ദൈവത്തിനോട് ചോദിച്ചു, എന്നാൽ എൻ്റെ ദൈവം നീ എന്തൊരു ചെയ്ത്തായി കാണിച്ചത്? ഞാൻ നിന്നെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു, വണ്ടി വെഞ്ചരിച്ചു, നിരത്തിലിറക്കി, ഈ വണ്ടി ഇടിക്കാൻ പാടുണ്ടോ? അപ്പോൾ ദൈവം അങ്കിളിനോട് പറഞ്ഞു, അതെ, പ്രശ്നം എൻ്റെ അല്ല, നിൻ്റെ പ്രശ്നമാണ്. നിൻ്റെ വിശ്വാസക്കുറവ് കൊണ്ടാണ് ഈ വണ്ടി ഇടിച്ചത്. അപ്പോൾ അങ്കിൾ ചോദിച്ചു, എൻ്റെ വിശ്വാസക്കുറവോ? ഞാൻ നിന്നിൽ വിശ്വസിച്ചിട്ടാണല്ലോ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ദൈവം ചോദിച്ചു, നീ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടോ? അപ്പോൾ അങ്കിൾ പറഞ്ഞു, ഇൻഷുറൻസ് എടുത്തുകൊണ്ട് രക്ഷപ്പെട്ടല്ലോ, കാരണം ഈ വണ്ടിയുടെ ഇപ്പോൾ ക്ലെയിമൊക്കെ കിട്ടണമെന്ന് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് പൈസ പോവില്ലേ? അപ്പോൾ ദൈവം പറഞ്ഞു, നീ ഇൻഷുറൻസ് എടുത്തതാണ് പ്രശ്നം. കാരണം നീ എന്നിൽ വിശ്വസിച്ച് വണ്ടി ഇറക്കുമ്പോൾ നിൻ്റെ വിശ്വാസം എന്തായിരുന്നു? വണ്ടി ഇടിക്കില്ല എന്നല്ലേ? പിന്നെ അങ്ങനെ വിശ്വസിച്ച് നീ എന്തിനാണ് ഇൻഷുറൻസ് എടുത്തത്? എടുക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് വല്ലഭൻ സാറിന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ റോഡ് ആക്സിഡൻറ്റിൽ കൂടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് വല്ലഭ സാറ് പറയുന്നത്, നമ്മുടെ നാട്ടിലെ വിശ്വാസികളായ ആൾക്കാർ വണ്ടി വെഞ്ചരിക്കുന്നതാണ്. അവർ ഒരേ സമയം വിശ്വസിക്കുകയും അതേസമയം ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ആ ദൈവങ്ങളൊക്കെ അവർ ശിക്ഷിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവർ മെജോറിറ്റി ആയതുകൊണ്ട് ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണെന്നാണ് നമ്മുടെ വല്ലഭ സാറിൻ്റെ കണ്ടെത്തൽ. അതുകൊണ്ട് വല്ലഭ സാറിന് ഗവൺമെൻറ്റിനോട് വയ്ക്കാനുള്ള ഒരു റിക്വസ്റ്റ് കൂടെയുണ്ട്. വിശ്വാസികളായ ആൾക്കാർ വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ദയവ് ചെയ്ത് ഇൻഷുറൻസ് എടുക്കാതിരിക്കാനുള്ള ഒരു അവകാശം കൊടുക്കണം എന്നാണ് വല്ലഭ സാറിന് ഗവൺമെൻറ്റിനോട് പറയാനുള്ളത്. അപ്പം ഞാനീ പറഞ്ഞത് ഗ്രേഡ് കുറഞ്ഞ അന്ധവിശ്വാസങ്ങൾ തുടങ്ങി അത് ഗ്രേഡ് കൂടിയ പല അന്ധവിശ്വാസങ്ങളെക്കുറിച്ച് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ഇവിടം കൊണ്ടെങ്കിലും തീരില്ല. വല്ലഭ സാറ് കണ്ടെത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഏതൊരു അന്ധവിശ്വാസം എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ പിന്നിൽ ഏതെങ്കിലും ഒരു ദൈവവിശ്വാസം ഉണ്ടാകുമെന്നാണ് വല്ലഭ സാറ് കണ്ടെത്തുന്നത്. അദ്ദേഹം ഒരു ഇക്വേഷൻ കൂടെ വയ്ക്കുന്നുണ്ട്. അന്ധവിശ്വാസങ്ങൾ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദൈവവിശ്വാസം. ദൈവവിശ്വാസം കൂടിക്കഴിഞ്ഞാൽ അന്ധവിശ്വാസങ്ങൾ കൂടും, ദൈവവിശ്വാസങ്ങൾ കുറഞ്ഞാൽ അന്ധവിശ്വാസങ്ങൾ കുറയുമെന്നാണ് നമ്മുടെ വല്ലഭ സാറിൻ്റെ കണ്ടെത്തൽ. ഏതൊരു അന്ധവിശ്വാസത്തിൻ്റെയും പിറകിൽ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് മിക്കവാറും ദൈവവിശ്വാസമായിരിക്കും എന്നാണ് നമ്മുടെ വല്ലഭ സാറ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വല്ലഭ സാർ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വർഷങ്ങൾക്ക് മുമ്പ് 80 കാലഘട്ടങ്ങളിൽ മുദ്ര കമ്മ്യൂണിക്കേഷൻസ് നമ്മുടെ കേരളത്തിൻ്റെ ടൂറിസം വകുപ്പിന് ഒരു ടാഗ്ലൈൻ കൊടുത്തു, ഗോഡ്സ് ഓൺ കൺട്രി. നമ്മുടെ നാട്ടിലെ അന്ധവിശ്വാസങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരണമായി വല്ലഭ സാറ് കണ്ടെത്തുന്നത് ഇത്തരത്തിലുള്ള ദൈവങ്ങളാണെങ്കിൽ വല്ലഭ സാറ് പറയുന്നത് ആ ടാഗ്ലൈൻ തെറ്റാണെന്നാണ്. ആ ടാഗ്ലൈൻ മാറ്റണം. GOD' മാറ്റിയിട്ട് അവിടെ കൊടുക്കേണ്ട ടാഗ്ലൈൻ GODS' ഓൺ കൺട്രി, ദൈവങ്ങളുടെ സ്വന്തം നാട് എന്ന് വെക്കണം എന്നാണ് വല്ലഭ സാറിന് പറയാനുള്ളത്. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുണ്ട്, ഗോഡ്സ് ഓൺ കൺട്രി അന്ധവിശ്വാസങ്ങളുടെയും. ഇതാണ് വല്ലഭ സാറിന് പറയാനുള്ളത്. ഏതായാലും സമയം രാഹുകാലത്തിന് മുന്നേ അവസാനിപ്പിക്കണം എന്നാണ് നമ്മൾ ജ്യോത്സ്യം പറഞ്ഞേക്കണത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇനി ഈ വീഡിയോ എങ്ങാനും യൂട്യൂബ് റിലീസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ലിങ്ക് എടുത്തിട്ട് 10 പേർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളില്ലാത്തവർ കുട്ടികളുണ്ടാവും, പിന്നെ കാല് ഇല്ലാത്ത ആൾക്കാർ കാലുണ്ടാവും, പിന്നെ കണ്ണിന് കാഴ്ചശക്തി ഇല്ലാത്തവർ കണ്ണിൻ്റെ കാഴ്ചശക്തി കിട്ടും, തുടങ്ങിയ അനുഗ്രഹങ്ങളുണ്ടാവും. നേരെ മറിച്ച് നിങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ വല്ല ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് ബില്ലടയ്ക്കാൻ നോക്കുമ്പോൾ പേഴ്സിൽ പൈസ ഉണ്ടാവാണ്ടിരിക്കുക, എന്നിട്ട് നിങ്ങൾ GPay ചെയ്യാൻ നോക്കുമ്പോൾ GPay ഹാങ് ആവുക, പിന്നെ നിങ്ങളുടെ മൊബൈൽ ഏതെങ്കിലും സമയത്ത് അത്യാവശ്യമായിട്ട് വിളിക്കാൻ നോക്കുമ്പോൾ മൊബൈൽ ചാർജ് ഉണ്ടാവാതിരിക്കുക, പിന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റ തുടങ്ങിയ സാധനങ്ങൾ ഹാങ് ആവുക തുടങ്ങിയ ശാപങ്ങൾ നിങ്ങളെ പിന്തുടരുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരെയും എല്ലാ ദൈവങ്ങളും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഐ എം സൈനിങ് ഓഫ്. താങ്ക് യു.